കാനാവിലെ കല്യാണരാവിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. 50 നോയമ്പിൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ ചിന്തയാണിത്. ഒരു മുന്നറിയിപ്പൊന്നും കിട്ടാതെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയ ഒരു കല്യാണ വീട്ടിലാണ് ഈ അത്ഭുതം നടന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു അത്ഭുതം നടക്കണമെങ്കിൽ നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്നാമതായിട്ട് നമുക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് കർത്താവിനോട് ചെന്ന് പറയണം. രണ്ടാമതായിട്ട് 6 വലിയ കൽഭരണികളെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് അതിൽ പ്രാർത്ഥന എന്ന വെള്ളം നിറച്ച് സമർപ്പിക്കണം. ഈ കൽഭരണികളിൽ 5 നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. 6ാമത്തേത് ഞാനെന്നുള്ള നമ്മുടെ ആ അഹങ്കാര പാപം. ഇതെല്ലാം നമ്മൾ ശുദ്ധീകരിച്ച് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഒരു അത്ഭുതം നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.